ആകെ കൂടെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നട്ടപ്പാതിര വരെ കാത്തു നിന്നിട്ടാണ് ഇതിങ്ങനെ ഒപ്പിച്ചെടുത്തത്. പിന്നെ പിറ്റത്തെ ദിവസം ഒരു ചെറിയ ഫോട്ടോഷൂട്ട്. പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ ഫുഡൊക്കെ തറവാട്ടിലേന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഏകദേശം ബിരിയാണി ദമ്മിൻ്റെ അടുത്ത് എത്തിയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രണ്ടാം പെരുന്നാളെന്ന് പറയാൻ പറ്റില്ല, പിറ്റേ ദിവസം നോമ്പായതുകൊണ്ട് നമുക്ക് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയാം. ഇന്നലെ കഴിച്ച ബിരിയാണിയുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം എല്ലാ പെരുന്നാളും നമ്മൾ വീടും പൂട്ടി പോകുമ്പോൾ നമ്മൾ അടുത്തുള്ളവർക്കൊന്നും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വീട്ടിൽ പോക്ക് ഒരു ദിവസം നേരെ വൈകിച്ചിട്ടായാലും വേണ്ടില്ല, എല്ലാവർക്കും കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട്. ഈ ബിരിയാണിയുടെ റെസിപ്പി വേണമെങ്കിൽ ഈ താഴെയുള്ള ആരോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം ഇതുപോലത്തെ അധികം മസാല ഒന്നും ഇല്ലാത്ത ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിരിയാണിയാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ.